3000-നെക്കാളും കൂടുതൽ ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഈ 4 കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ട്രാൻസ്ഫോം ആവണം വെച്ചാൽ. ഒന്ന്, നിങ്ങൾ കുറെ തിന്നില്ല, പക്ഷെ നിങ്ങളുടെ സ്നാക്കിംഗ് വളരെ ഓഫൻ ആണ്. നിങ്ങൾ ലഞ്ചിന്റെയോ ഡിന്നറിന്റെയോ ഇടയ്ക്ക് സ്നാക്ക് ചെയ്യുന്നുണ്ട്. ഒരു ചിപ്സിന്റെ പാക്കറ്റ്, ഒരു ചായയുടെ ബിസ്ക്കറ്റ്, ഒരു ചോക്ലേറ്റ് നിങ്ങളുടെ ഡിന്നർ കഴിഞ്ഞാൽ ഒക്കെ ഫുഡുകൾ നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ വയറിനറിയില്ല. പക്ഷെ ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് ഇനിയും കഴിക്കാനുള്ള മോഹം തോന്നും. അവരുടെ കാലറീസ് വളരെ ഹൈ ആണ്, പിന്നെ ന്യൂട്രിയൻസും വളരെ കുറവ്. അത് കാരണം നിങ്ങളുടെ ബോഡി ഹംഗറി ആയിരിക്കും, പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ ഫാറ്റ് പുട്ട് ഓൺ ചെയ്യും. പോയിന്റ് നമ്പർ 2, സ്കിപ്പിംഗ് മീൽസ് ഡസന്റ് ഹെൽപ്പ്, ഇറ്റ് ബാക്ക്ഫയർസ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ സ്കിപ്പ് ചെയ്യും. ഇത് വിചാരിച്ച് ഞങ്ങൾ കഴിച്ചില്ല വെച്ചാൽ ഞങ്ങളുടെ വെയിറ്റ് ലോസ് ആവുന്നു. പക്ഷെ നിങ്ങളുടെ എനർജി ഡ്രോപ്പ് ആവും, നിങ്ങളുടെ ക്രേവിങ്സ് കൂടും. പിന്നെ വൈകിട്ടാവുമ്പോഴേക്കും നിങ്ങൾ മൈൻഡ്ലെസ്ലി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എത്ര ഫുഡാണോ സ്കിപ്പ് ചെയ്ത് അതിനേക്കാളും കൂടുതൽ കഴിക്കും. അത് കാരണം നിങ്ങളുടെ ബോഡി സേവ് മോഡിൽ പോകും ആൻഡ് യു സ്റ്റാർട്ട് സ്റ്റോറിംഗ് ഫാറ്റ് ഇഫ് യു എൻഡ് അപ്പ് ഡൂയിങ് ദിസ് ഓഫൻ. 3, മോട്ടിവേഷൻ അല്ല നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങളുടെ പ്രോബ്ലം റൂട്ടീൻ ആണ്. നിങ്ങളോട് തന്നെ പറയും ഞാൻ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ എനിക്ക് അതിന് വേണ്ടി മോട്ടിവേഷൻ വരുന്നു. പക്ഷെ മോട്ടിവേഷൻ ഒരു മൂഡല്ലേ, മൂഡ് ചേഞ്ചും ആവാം. നിങ്ങൾ നിങ്ങളുടെ ബ്രഷ് ഡെയിലി ചെയ്യും, അതിനു വേണ്ടി നിങ്ങൾ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യില്ലല്ലോ. അങ്ങനെ തന്നെ ഇതും ഒരു റൂട്ടീനാണ്. ഫാറ്റ് ലോസും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ മീൽസ്, നിങ്ങളുടെ വർക്ക്ഔട്ട്, നിങ്ങളുടെ സ്ലീപ്പ് എല്ലാം ഒരു റൂട്ടീനിൽ വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫാറ്റ് ലോസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ്റെ ആവശ്യം വരില്ല. You people will just end up doing it and it will become part of your life. 4, നിങ്ങളുടെ സ്ലീപ്പ് ബ്രോക്കൺ ആണെച്ചാൽ നിങ്ങളുടെ ഫാറ്റ് ലോസും ബ്രോക്കൺ ആയിരിക്കും. നിങ്ങൾ എത്ര ക്ലീൻ ആയിട്ട് കഴിച്ചാലും എത്ര വർക്ക്ഔട്ട് ചെയ്താലും നിങ്ങളുടെ സ്ലീപ്പ് 4-5 മണിക്കൂർ ആണെച്ചാൽ നിങ്ങളുടെ ഫാറ്റ് ലോസ് സ്റ്റോൾ ചെയ്യും. ഒരു സ്ലീപ്പ് നിങ്ങളുടെ ഗ്രലിൻ റൈസ് ചെയ്യും, ഹങ്കർ ഹോർമോൺ, പിന്നെ ലെപ്റ്റിൻ വീഴും, ഫുൾനെസ് ഹോർമോൺ, പിന്നെ നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ് കൂടും. അത് കാരണം നിങ്ങൾക്ക് ക്രേവിങ്സ് കൂടും, നിങ്ങളുടെ എനർജി കുറയും ആൻഡ് നിങ്ങൾ ഫാറ്റ് ഗെയിൻ ചെയ്യും. ഇതൊക്കെ കാരണം യു പീപ്പിൾ വിൽ ബി ടു ടയർഡ് ടു കുക്ക് ഓർ മൂവ്. പിന്നെ മോട്ടിവേഷൻ എവിടെ വരിക? കമന്റ് ചെയ്യൂ പ്ലാൻ. ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി ഒരു മീൽ പ്ലാൻ അയച്ചു തരാം. ഇത് കാരണം നിങ്ങൾക്ക് ഫുൾനെസ്സും തോന്നും, കൺസിസ്റ്റൻസിയും ഉണ്ടാവും, പിന്നെ അതിനുവേണ്ടി ഒരു ഫാൻസി ഇൻഗ്രീഡിയൻസും വേണ്ട.